ഗൈസ്, അപ്പം നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ സ്കൂൾ നാളെയാണ് തുറക്കുന്നത്. അപ്പം അതിൻ്റെ പാക്കിംഗ് ആയിട്ടാണ് ഫുൾ വീഡിയോ ആയിട്ടാണ് കാണുന്നത്. കുറച്ച് ലോങ് വീഡിയോ തന്നെ കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ എന്തായാലും ഫുള്ളായി കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര സഞ്ചികളുണ്ട് നോക്കാം. ഈ ഒരു സഞ്ചി ഉണ്ട് കേട്ടോ. ഒന്ന് ബുക്കിൻ്റെ സഞ്ചി കുറച്ച് വലുതാട്ടോ. ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതായി ഈ ഒരു സഞ്ചി ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ സഞ്ചി, പിന്നെ നാലാമത്തെ സഞ്ചി. ഇത്രയ്ക്കും പർച്ചേസ് ചെയ്തിട്ടാണ്. അധികം പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാട്ടോ. ഇപ്പോൾ ഒരു നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബുക്സിൽ തുടങ്ങാം. ഇപ്പോൾ ബുക്സ് പറഞ്ഞാൽ കുറച്ച് പൊതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ബുക്സ് ഇതാ കുറച്ച് പൊതിഞ്ഞിട്ടുണ്ട്, അവർക്ക് കാണിക്കാം. ഫസ്റ്റ് എൻ്റെ ബുക്സ് കാണിക്കാം. ഫസ്റ്റ് എൻ്റെ ബുക്സ് കുറച്ച് ഇട്ടിട്ടുണ്ട്. എൻ്റെ ബുക്സ് അധികമൊന്നുമില്ല. അപ്പോൾ അനിയൻ്റെ ബുക്ക് ഫസ്റ്റ് കാണിച്ചിട്ട് ഞാൻ എൻ്റെ ബുക്ക് കാണിക്കാം. ഇതൊക്കെ കേട്ടോ, അവനാണ് എനിക്ക് കുറേ ബുക്സ് ഉള്ളത്, നോട്ട്സ് ഉള്ളത് കേട്ടോ. ടെക്സ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ കേട്ട്. അപ്പോൾ ഇത് ഈ 3 ബുക്ക് നറൂട്ടോയുടെ നെയിം സ്ലിപ്പ് വെച്ചിട്ടാട്ടോ. കണ്ടില്ലേ? ഇനിയുണ്ട്, അവൻ്റെയാണ് കുറേ കാണിക്കാം. കണ്ടില്ലേ? കണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ ഉണ്ട്. മാത്സ് ആണ് കേട്ടോ. നിങ്ങളുടെ മാത്സ് ഇങ്ങനെ ഉള്ളത് മാർജിനൊക്കെ വരച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടില്ലേ? മാർജിൻ വരച്ചിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ. എൻ്റെ അനിയൻ ഇനി 4ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാർജിൻ വരച്ചതാണ് കേട്ടോ. പിന്നെ 4 ലൈൻ കോപ്പി ഉണ്ട് കേട്ടോ. ഇതാ 4 ലൈൻ കോപ്പി. അത് നറൂട്ടോയുടെ അല്ല, ഡോറിമോൻ്റെ ആണ്. ഒന്ന് മാത്രം ഡോറിമോൻ്റെ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതും നറൂട്ടോയുടെ ആണ്. ഇത് 2 വരെ. ഇതാ അത്രേ ഉള്ളൂ അവൻ്റെ. ഇനി എൻ്റെ കാണിക്കാം. അപ്പം ഇനി കുറച്ച് ബുക്ക് ഓഫറായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് കടയിൽ 3 കടയ്ക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് കടയിൽ പോയത് എന്താ പറയുക, ഓഫറായിട്ടാണ് ഞങ്ങൾ ബുക്ക് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ. അപ്പോൾ അവിടെ 1 വാങ്ങി 1 ഫ്രീ. അപ്പോൾ 10 വാങ്ങി 10 ഫ്രീ ആയി. അപ്പോൾ 20 ബുക്ക് വാങ്ങി ആ കടയിൽ നിന്ന്. അപ്പോൾ അത് കുറച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. കണ്ടില്ലേ? പിന്നെ ഈ വട്ടം ഞാൻ BTSൻ്റെ ആട്ടോ വാങ്ങിയത്. ഇനി ഞാൻ 6ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ BTSൻ്റെ ആട്ടോ ഈ വട്ടം നെയിം സ്ലിപ്പ് വാങ്ങിയത്. ഇതാണ് കേട്ടോ. ഒക്കെയാണ്. ഞാൻ അധികം ഒന്നും കാണിക്കണില്ല. എനിക്ക് മാത്സ് മാർജിൻ ഇട്ടതാട്ടോ. ഇതല്ലേ മാർജിൻ ഇട്ടത്. പിന്നെ കുറേ BTSൻ്റെ കിട്ടും. ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട്. BTS ഇവരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അതൊക്കെ ഉള്ളത് കേട്ടോ. ഇനി അടുത്തത് പൊതിയാത്തത് അറിയാം. പിന്നെ കുറച്ച് എക്സ്ട്രാ ബുക്ക് വാങ്ങി. 1 വർഷത്തേക്ക് ബുക്കാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഒരു ബുക്ക് കഴിഞ്ഞാൽ പിന്നെ വേറെ ബുക്ക് വാങ്ങാൻ കടയ്ക്ക് പോകണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയ ബുക്സൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഇത് ഞാൻ ഓഫറായിട്ട് വാങ്ങിയതാട്ടോ. ഇതൊക്കെ കണ്ടില്ലേ? കുറേ ബുക്സ് ഉണ്ട്, ഞാൻ കാണിക്കുന്നുണ്ടോ. പിന്നെ ഇനി ഉണ്ട് കേട്ടോ കുറച്ച്. ഫസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയത് ഇത് വരയില്ല കേട്ടോ, മാർജിൻ ഇല്ല കേട്ടോ. ഇതെനിക്ക് സയൻസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതും പേര് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ പ്രോജക്റ്റ് അങ്ങനത്തെ വരയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാനാണ്. പിന്നെ ഞങ്ങൾ വേറെ കടയിൽ നിന്ന് വാങ്ങിയത്, സെക്കൻഡ് പോയ കടയിൽ നിന്ന് വാങ്ങിയതാട്ടത്. അപ്പം അവിടെ അധികം ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ ബുക്ക്. ഈ ഒരു 4 ലൈൻ കോപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 60 രൂപയാണ് കേട്ടോ അതിന്. 172 പേജ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ ഇതൊരു 4 ലൈൻ കോപ്പി കേട്ടോ. ഇതും അതന്നെയുള്ളൂ, അതേ റേറ്റ് തന്നെ. ഇതും നമ്മൾ എപ്പോഴും ക്ലാസ്മേറ്റിൻ്റെ ബുക്സാണ് വാങ്ങുക കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ അതുപോലെ തന്നെ. പിന്നെ മാത്സ് മാർജിൻ ഇട്ടത് 4 വാങ്ങിയതായിരുന്നു. ഇപ്പം 2 എനിക്കും അനിയനും ബുക്ക് പൊതിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല അതിന്. പിന്നെ ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാൻ. അപ്പം അത്ര ഉള്ളൂ കേട്ടോ ബുക്സ്. അപ്പം നമുക്ക് അടുത്ത കവർ നോക്കാം. അടുത്ത കവർ പറഞ്ഞാൽ ഈ ഒരു കവറാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെ ഉള്ളതെന്ന്. ഫസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. നമുക്ക്
പൊതിയാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടോ. ഇത് രണ്ടെണ്ണം ചെറുതാട്ടത് കണ്ടില്ലേ, ഈ രണ്ടെണ്ണം ചെറുതും പിന്നെ യെല്ലോ കളറും ഒന്ന് വാങ്ങിയിട്ട് കേട്ടോ. ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ അവിടെ കിട്ടും. ഇത് 25 രൂപയാണ് കേട്ടോ. ഈ രണ്ടും ഇതും 25 രൂപയാണ്. പിന്നെ ഇത് വലുതായിരുന്നു കേട്ടോ, കുറച്ച് തടി ഉണ്ടായിരുന്നു. ബുക്ക് പൊതിഞ്ഞ കാരണം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, പൊട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇതിന് നമുക്ക് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയാണ് ബുക്ക് പൊതിയാനുള്ള ഇത് വാങ്ങിയത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ റെയിൻകോട്ടാണ്. റെയിൻകോട്ട് ഇപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലമായി, ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഗ്രീൻ കളർ റെയിൻകോട്ടാണ് വാങ്ങിയത്. അത് കാണിക്കുക. ഇത് അനിയന് വേണ്ടിയിട്ട് റെയിൻകോട്ട് വാങ്ങിയത്. കാണുന്നതല്ല, ഒരു കവറിൻ്റെ റെയിൻകോട്ടാണ് വാങ്ങിയത്. ഇങ്ങനത്തെ റെയിൻകോട്ടാണ്. നമുക്ക് കഴുത്ത് എത്രയ്ക്ക് വേണ്ട അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എത്ര വില കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ, ഇത് വലുതാക്കും ചെയ്യുക, ചെറുതാക്കാൻ ചെയ്യുക. ഇത്രയ്ക്ക് വലുതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 100 രൂപയുള്ളൂ കേട്ടോ അവിടെ. ഇത് വേറെ കടയിലൊക്കെ വാങ്ങിയ 120, 150 അത്രയ്ക്ക് പ്രൈസ് ഉണ്ട്. ഇത് വെറും 100 രൂപയുള്ളൂ കേട്ടോ. പിന്നെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ അത് കിട്ടും. അപ്പോൾ ഇത് അനിയന് വേണ്ടി ഗ്രീൻ കളർ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഒന്നുകൂടി ഉണ്ട്, എൻ്റെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൂ കളറാട്ടോ ഞാൻ വാങ്ങിയത്. അത് ഞാൻ തുറന്ന് കാണിക്കില്ല, വെറുതെ മറക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് പറഞ്ഞാൽ ലഞ്ച് ബാഗാണ് കേട്ടോ. ഇതാണ് കേട്ടോ ലഞ്ച് ബാഗ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് മനസ്സിലാവും, കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. ഇത് അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾ ക്യാരക്ടർ അങ്ങനത്തെയൊക്കെ ക്യാരക്ടറിൻ്റെ വാങ്ങുമ്പോൾ എന്താ പറയുക, യൂണിക്കോണിൻ്റെ അങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ടാണ് വാങ്ങിയത്. ഇപ്പം ഇവിടെ വാട്ടർ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ഒരു സിബുണ്ട് കേട്ടോ, അതുകൊണ്ടല്ലേ ഇവിടെ ഒരു സിബുണ്ട്. ഇത് എൻ്റെ ആട്ടോ. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും, അത്രയേ ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ ആ കടയിൽ കിട്ടും. ഇതൊക്കെ ഞങ്ങൾ സെക്കൻഡ് പോയ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ലഞ്ച് ബാഗ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിച്ച് കളഞ്ഞു കേട്ടോ. എനിക്കറിയാം റേറ്റ് 165 രൂപ ഇട്ടത്. ഞാൻ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടും കേട്ടോ അവിടെ ലഞ്ച് ബാഗൊക്കെ. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇനി ഒരു അടുത്തൊരു ലഞ്ച് ബാഗാണ് കേട്ടോ. ഇത് എൻ്റെ ലഞ്ച് ബാഗാണേ. ഇത് അനിയൻ്റെ കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ലഞ്ച് ബാഗ്. അപ്പോൾ ഫസ്റ്റ് ഈ തുറന്ന ഇതിലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അല്ലേ, ഇനി ഇവിടെ ഒരു സിബുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള അതേപോലെ തന്നെ കേട്ടോ എൻ്റെയിലും ഇവിടെ ഒരു സിബുണ്ട്. പിന്നെ ഇവിടെ 1 ലിറ്ററിൻ്റെ കുപ്പി വയ്ക്കാൻ വേണ്ടിയിട്ട് അതുണ്ട്. പിന്നെ ഇതും അതേ റേറ്റ് ആണ്, 165 രൂപ തന്നെ ഇട്ടത്. അങ്ങനെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇതും ഉള്ളത്. പിന്നെ അടുത്തത് ഇതാട്ടോ, അടുത്ത കവറാട്ടോ. ഈ ഒരു കവറാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാട്ടർ ബോട്ടിൽ നോക്കാം. ഇതാട്ടോ നമ്മുടെ വാട്ടർ ബോട്ടിൽ, എൻ്റെ ആട്ടോ വാട്ടർ ബോട്ടിൽ. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ അവിടെ കിട്ടും. സിൻഡ്രല്ലാടെ ആട്ടോ, അത് കണ്ടില്ലേ. ബാക്കിൽ ഇത് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ടൈമൊക്കെ കൊടുത്തിട്ട് ഉണ്ടല്ലേ, ടൈമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മണിക്ക് കുടിക്കണം അങ്ങനെ പറഞ്ഞിട്ട്. ഇത് ലിറ്റർ കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഇങ്ങനത്തെ കുപ്പി ഞാൻ വാങ്ങണം വിചാരിച്ചതാണ്, അതുപോലെ വന്നു. അപ്പോൾ അവിടെ ഇത് എത്ര രൂപ പറഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ വാങ്ങിയത്. ഇത് 86 രൂപ കേട്ടോ അതിൻ്റെ പ്രൈസ്. ഇത് ഫ്രോസൺ ഡിസൈനിൽ വരും. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കുക, ഇങ്ങനെ തുറന്നാൽ ഇങ്ങനെ ഇട്ട് കുടിക്കാം, അങ്ങനെ കുടിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഇതെൻ്റെ കുപ്പിയാണ്. ഇതിൽ ഇങ്ങനത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഇങ്ങനെ എത്ര മണിക്കുള്ള. അടുത്തത് അനിയൻ്റെയാണ് കേട്ടോ, ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെയാണ്. ഇതും അതുപോലെ തന്നെ കുടിക്കുക കേട്ടോ. ഇതും 86 രൂപയുടെ. ഇത് സ്പൈഡർമാൻ, ബെൻറ്റൻ അങ്ങനത്തെ ക്യാരക്ടറിൻ്റെ കേട്ടോ. ഇതിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ നമുക്ക് ഈ 2 സ്കെയിലാണ്. ഫസ്റ്റ് സ്കെയിൽ കാണിച്ചു തരാം. ഇതൊന്ന് ഇരുമ്പ് സ്കെയിലാണ്, ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് എത്ര ഉള്ളൂ, ഈ 30 സെൻറ്റിമീറ്ററിൻ്റെ കേട്ടത്.
ഇത് 25 രൂപയായിട്ട് ഒരു അഫോർഡബിൾ പ്രൈസ് ആട്ടോ. ഇത് 50 രൂപ വരുന്നത് 25 രൂപയ്ക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഈ ഒരു സ്കെയിലാട്ടോ. ഇത് അപ്സരയുടെയാണ് കേട്ടോ സ്കെയില്. ഇത് 22 രൂപയാട്ടോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇരുമ്പ് സ്കെയിൽ പറഞ്ഞാൽ 25 രൂപ. ഇത് ഇങ്ങനത്തെ സ്കെയിൽ പറഞ്ഞാൽ ഇത് 30 സെൻറ്റിമീറ്റർ കേട്ടോ. ഇത് 22 രൂപ കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇട്ട് വയ്ക്കാൻ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ നമ്മളിതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് പറഞ്ഞാൽ നെയിം സ്ലിപ്സ് ആട്ടോ. ഫസ്റ്റ് നെയിം സ്ലിപ്പ് അനിയൻ്റെ കാണിച്ചതേ. അപ്പോൾ ഇത് അനിയൻ്റെ നെയിം സ്ലിപ്പ് ആട്ടോ. ബാക്കിയുള്ളത് ബുക്കിൽ ഒട്ടിച്ച കാരണം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നാറൂട്ടയുടെ. പിന്നെ അടുത്തത് എൻ്റെയാണ്. ഇത് BTSൻ്റെ ഇട്ടത്. ഇതിൽ ബാക്കിയുള്ളത് കാണാനില്ല എന്നല്ല, ബുക്കിൽ ഒട്ടിച്ച് 3 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഷീറ്റ്, ഇതൊരു ഷീറ്റ്, പിന്നെ ഇതൊരു ഷീറ്റാണ്. പിന്നെ ഡോറിമോൻ്റെ 2 ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടല്ലേ, അതാണ്. ഇത് എത്ര പ്രൈസ് എന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്തത് ബോക്സാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബോക്സ്. ഞാൻ തുറന്ന് കാണിക്കുക. നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്. ഇത് 2 പെന്ന്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പെന്നാട്ടോ. ഇത് നല്ല ഹാൻഡ് റൈറ്റിംഗ് വരും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും കേട്ടത്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട പെന്ന്. പിന്നെ ഈ ഒരു പെന്ന് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ പിന്നെ അടുത്തത് പറഞ്ഞ ഒരു സ്കെയിലാണ്. ഇത് 5 രൂപയുള്ള പ്രൈസ് സ്കെയിലിന്. പിന്നെ അടുത്തത് പറഞ്ഞ കുറച്ച് ഗമ്മുകളാണ് കേട്ടോ. ഈ ഗമ്മ് ബുക്കൊക്കെ ചട്ടയിടാൻ വേണ്ടിയിട്ടാണ്. ഇത് 5 രൂപയുടെ 3 എണ്ണം. ഇത് 5 രൂപയുടെ കേട്ടോ, മഞ്ഞ കളറ്. പിന്നെ ഒരു വൈറ്റ്നർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 15 രൂപയുടെ വൈറ്റ്നർ. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ബോക്സിൽ. പിന്നെ ഈ ബോക്സിൻ്റെ വില പറഞ്ഞാൽ അഫോർഡബിൾ പ്രൈസാണ്. ഇത് 60 രൂപ ഉള്ളൂ കേട്ടോ. ഇത് ബാക്കിൽ ഇവിടെ എഴുതിയുണ്ട്, അല്ല ഇവിടെ എഴുതിയുണ്ട് കേട്ടോ 60 രൂപ പറഞ്ഞിട്ട്. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ അനിയൻ്റെ ബോക്സ് കേട്ടോ. ഇതാണ് അനിയൻ്റെ ബോക്സ്. ഇതിലൊരു മാജിക്കൽ ഇതുണ്ട്, കണ്ടില്ല? ഇങ്ങനെ ആക്കുമ്പോൾ കുറയും ചെയ്യും കൂടുകയും ചെയ്യും. ഇതിൽ തുറന്ന ഇതെങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് അങ്ങനെ വെക്കണ പോലെയായിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ കാർ പോലെ ഓടിക്കാം. പിന്നെ ഇവിടെ റേസിംഗ് കാറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പറഞ്ഞ ഈ ഒരു പൗച്ചാണ്. ഈ പൗച്ച് എനിക്ക് മാമ വാങ്ങി തന്നതാട്ടത്. അപ്പോൾ ഇതിൽ 2 സിബുണ്ട്. ഫസ്റ്റ് സിബ് ഒന്ന്, സെക്കൻഡ് സിബ് ഒന്ന്, അങ്ങനെ ആയിട്ടുള്ളത്. ഇതാ, ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ പിടിക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 70 രൂപയാട്ടോ പ്രൈസ് വരുന്ന യൂണിക്കോൺ തീമിലൊക്കെ ആയിട്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഈ ഒരു സെറ്റാണ് കേട്ടോ. അപ്സരയുടെ ശേഷം ഒരു സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഇത് മാമയാട്ടോ എനിക്ക് വാങ്ങിക്കുന്നത്. ഇത് ഓൺലൈനിൽ ആമസോണിൽ ഇട്ടതാണ്. അതിൽ ഫസ്റ്റ് 2 പെൻസിൽ പെട്ടി ഉണ്ട് കേട്ടോ. ഒന്നിൽ 10 എണ്ണം അങ്ങനെ ഈ അപ്സര എന്നുള്ളതാട്ടോ. ഇത് എൻ്റെ കേട്ടോ. ഈ ഒരു പെൻസിൽ പെട്ടി എൻ്റെ, ഈ ഒരു പെൻസിൽ പെട്ടി അനിയൻ്റെ കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചിട്ട് ഈ റബ്ബർ ആട്ടുള്ളത് കണ്ടില്ലേ? ഈ റബ്ബർ ഇതിലാണ് എനിക്ക് സ്പെഷ്യലായി കിട്ടിയത് കേട്ടോ. അതെനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഈ ബോക്സ് എടുത്തു. പിന്നെ ഇത് അനിയൻ്റെ ബോക്സ് ആട്ടോ. ഇതിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൽ കട്ടറുണ്ട്, റബ്ബറുണ്ട്, അങ്ങനത്തെ കേട്ടത്. അപ്പം ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്സര എങ്ങനത്തെയാണ് നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ കേട്ടോ. അപ്പം ഇത് കുറച്ച് ഇങ്ങനത്തെയാണ്, ഇത് കണ്ടില്ലേ? ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നത് പെൻസിൽ. പിന്നെ ഇത് സാധാ അപ്സര അങ്ങനത്തെയാണ് കേട്ടത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടുള്ളത്. പിന്നെ അടുത്തതുള്ളതാണ് ഈ സ്കെയിൽ കേട്ടോ. ഇതാണ് സ്കെയിൽ അടുത്തത് ഈ പെട്ടിയിലുള്ളത്. പിന്നെ അടുത്തത് റബ്ബറുണ്ട്, ഈ ഒരു വലിയ റബ്ബർ. പിന്നെ ഈ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഇതിലൊരു റബ്ബറുണ്ട്. പിന്നെ ഇവിടെ ഷാർപ്പൻ ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട്. ഇതുണ്ടല്ലേ 3 എണ്ണം ആയിട്ടുള്ളത് റബ്ബർ സെറ്റ്. ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ ആയിട്ട് അതിലുള്ളത്. പിന്നെ കളർ റബ്ബറിൽ ഇതൊന്നും കൂടി ഉണ്ട് കേട്ടോ. പിങ്കും ഉണ്ട്, ഓറഞ്ചും ഉണ്ട് കേട്ടോ അതിൽ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റിൽ. അടുത്തത് പറഞ്ഞാൽ എന്താ,
അടുത്ത ഇനി ബാഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അനിയൻ്റെ ബാഗ് തന്നെ കാണിക്കാം. ഇതാണ് കേട്ടോ അനിയൻ്റെ ബാഗ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു സിബിൽ ഇങ്ങനെ ഇട്ടുള്ളത്, ഫസ്റ്റ് മുമ്പത്തെ സിബിൽ ഈ ഒരു സിബ് കേട്ടോ കണ്ടില്ലേ. അതും ഒരു നല്ല സിബാട്ടോ. ഇത് കുറേ സാധനങ്ങൾ വയ്ക്കാം, ബോക്സ് വയ്ക്കാം. പിന്നെ അടുത്തത് ഇങ്ങനെ ഇട്ടുള്ളത് കാണിക്കാം. അത് ഇങ്ങനെ കേട്ടോ സ്പേഷ്യസ് ആയിട്ടാണ് ഉള്ളത്. ഇത് വയ്ക്കാം. പിന്നെ ഇതിൽ ഒരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കണ്ടില്ല, അതിലൊരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സിബ് പറഞ്ഞാൽ ഇതിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നിങ്ങൾ കണ്ടില്ലേ, സ്പേഷ്യസ് ആയിട്ടാണ് ഇതുള്ളത്. ഇത് മാമ വാങ്ങി തന്നത് കേട്ടോ. ഈ ഒരു ബാഗ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സ്കൈ ബാഗ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. പിന്നെ ഈ ലാസ്റ്റ് സിബിൽ ഇങ്ങനെ ഇട്ടുള്ളത് കണ്ടില്ലേ, ഇവിടെ ഇതുണ്ട് കേട്ടോ, റാക്ക് കണ്ടില്ലേ, റാക്കുണ്ട്. അപ്പം അതാട്ടോ അതിൽ ഉള്ള 4 സിബുണ്ട് കേട്ടോ. ഇതോ ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇതൊന്ന്, ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, 4 സിബാട്ടോ ഇതിലുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ അനിയൻ്റെ ബാഗിൽ. ഇനി എൻ്റെ ബാഗും ആമസോണിൽ നിന്ന് മാമ വാങ്ങി തന്നതാട്ടത്. ഇത് റേറ്റിൻ്റെ കാര്യം എന്നൊക്കെ അറിയില്ല, ഇതിൻ്റെ ബ്രാൻഡ് പറയാം. അമേരിക്കൻ ടൂറിസ്റ്റർ ബ്രാൻഡാണ് കേട്ടത്. അപ്പോൾ ഈ വയലറ്റ് കളർ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വയലറ്റ് കളർ നല്ല ഇഷ്ടം കേട്ടോ. അങ്ങനെ ഈ വയലറ്റ് കളർ ഞാൻ വാങ്ങിയത്. അപ്പോൾ നോക്കിയാലോ, ഫസ്റ്റ് ഈ 3 സിബാട്ടുള്ളത്. ഈ ഒരു സിബും ഈ ഒരു സിബും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കേട്ടോ. പിന്നെ ഫസ്റ്റ് സിബ് ഞാൻ തുറന്ന് കാണിച്ചത്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉള്ളത്, നിങ്ങൾ കണ്ടില്ലേ, സ്പേഷ്യസ് ആയിട്ട് തന്നെ അതിലുള്ളത്. ഇങ്ങനെ അടയ്ക്കാം. ഇനി രണ്ടാമത്തെ സിബിൽ നമുക്ക് ഉള്ളത് ഇതാട്ടോ. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉള്ളത്. എക്സ്ട്രാ അങ്ങനത്തെ സിബൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഇതിൽ അനിയൻ്റെ ബാഗിൽ റാക്കുള്ള പോലെ അങ്ങനത്തെ ഇരിക്കാട്ടോ ഇതിൽ. പക്ഷെ എന്നാലും നല്ല സ്പേഷ്യസ് ആയിട്ട് കുറേ ബുക്സ് വെക്കാൻ പറ്റിയ പോലെ തന്നെ ഉള്ളത്. ഇത് മൂന്നാമത്തെ സിബിൽ. പിന്നെ ഇതിൽ 2 ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വാട്ടർ ബോട്ടിൽ വെക്കാനോ പോലെ ഉണ്ട്. പിന്നെ അടുത്തത് എൻ്റെ അനിയൻ്റെ ബാഗിലുണ്ട്, എൻ്റെ വാട്ടർ ബോട്ടിൽ വെക്കണ പോലെ കണ്ടില്ലേ. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു സിബ് ഉണ്ട് കേട്ടോ. അതിൽ ഇതുണ്ട്, ബാഗ് നനയാണ്ടിരിക്കാൻ വേണ്ടി മഴ പെയ്ത് അടയ്ക്കാൻ കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കേ. അപ്പം ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പത്രമേ ഉള്ളൂ കേട്ടോ ഈ ബാഗിൻ്റെ. അപ്പം എൻ്റെ ബാഗിൽ ഇതുപോലത്തെ ഇല്ല. ഇത് നമുക്ക് തനിയും കൂടി വാങ്ങാം എന്ന് പറയും. ബാഗ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സൈസ് വെച്ചിട്ട് വാങ്ങാം. ഇനി അടുത്ത് നമുക്ക് എന്താ നോക്കാൻ പോകുന്നത് പറഞ്ഞ് ഫസ്റ്റ് ഡേ സ്കൂൾ ബാഗ് പാക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് അനിയൻ്റെ തന്നെ നോക്കാം. ഈ ബുക്കാണ് കേട്ടോ അനിയൻ കൊണ്ടുപോകുന്നത്. ഈ ബുക്ക് ഞാൻ ഈ ഒരു സിബിൽ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ സിബിൽ വെച്ചു, ഫസ്റ്റ് കാണിച്ച സിബിൽ ഈ ഒരു സിബിൽ വെച്ച് കൊടുക്കണം. ഇവിടെ ഇട്ട് വയ്ക്കണം. അപ്പോൾ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സിൽ എന്തൊക്കെ വെക്കാൻ നോക്കാം. അനിയന് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്കെയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ലോലിപോപ്പിൻ്റെയും. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനത്തിൻ്റെയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കട്ടറാണ്, കട്ടറും റബ്ബറും. ഈ കട്ടറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടറും പിന്നെ റബ്ബർ. ഈ റബ്ബറിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, കാണുന്നത് എനിക്കറിയില്ല, കണ്ടില്ലേ, റബ്ബറിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് കട്ടറും സ്കെയിലും നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പെൻസിലും ഈ റബ്ബറും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ അനിയൻ്റെ ബോക്സിൽ വെച്ചത്. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അനിയൻ 4ാം ക്ലാസ്സിലേക്കാണ് ഇട്ടങ്ങി പോകുന്നത്. ഒരു വട്ടം കൂടി പറഞ്ഞോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ബോക്സിൽ വെച്ചത്. അപ്പോൾ നമ്മൾ ഈ ബാഗിൽ തന്നെ ബുക്ക് വെച്ച റാക്കിൽ തന്നെ നമ്മൾ ബോക്സും വയ്ക്കാം. ഇപ്പം കണ്ടില്ലേ, വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു സിബ് അടച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ റെയിൻ കോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
അനിയൻ്റെ ബാക്ക് പാക്കിങ് കഴിഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ. ഈ സിബിലാട്ടോ റെയിൻ കവർ വെച്ചിരിക്കുന്നത്. ഇനി എൻ്റെ ബാക്ക് പാക്കിംഗ് ഒക്കെ ഈ ബാഗിലുണ്ട്. ഫസ്റ്റ് അപ്പോൾ ഈ ഒരു സിബിൽ നമുക്ക് ബുക്ക് വെക്കാം. ഫസ്റ്റ് സിബിൽ ഈ ഒരു സിബിൽ കേട്ടോ. അപ്പോൾ ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 3 ബുക്ക് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ബുക്കാണ് കേട്ടോ. ഇത് റഫാണ് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ വെക്കേഷൻ ഹോംവർക്ക് ബുക്കാട്ടോ ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ വെക്കേഷൻ ഹോംവർക്ക് ബുക്കാണ്. അപ്പോൾ ഒരു കവറിൽ ഞാൻ വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മഴ പെയ്ത നനഞ്ഞു ബുക്കൊക്കെ, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് ഇങ്ങനെ കവറിൽ ഇട്ടിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം ബാഗിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട്. പിന്നെ പൗച്ചിൽ എന്തൊക്കെ വെക്കണം നോക്കിയോ. അപ്പോൾ ഈ ഒരു പൗച്ചിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് ഈ ഒരു ബോക്സിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുക്കാം. 2 പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗം എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൽ നിന്ന് എടുത്ത് നിർത്താം. ഈ ഗമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തത്. ഈ പേന, ഈ ഒരു പേന, പിന്നെ ഈ വൈറ്റ്നർ, ഇതൊക്കെ നമ്മൾ ഒരു സിബിലിട്ട് കൊടുക്കുക. ഈ ഒരു സിബിൽ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ പിന്നെ പെൻസിൽ ഇട്ട് കൊടുക്കണം. ഈ ഒരു പെൻസിലായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിബിൽ വെച്ചാൽ എന്താ പറയുക, സ്കെയിൽ വെക്കണം. സ്കെയിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഇതിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റബ്ബറിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പിങ്ക് റബ്ബറാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. പിന്നെ അടുത്തത് ഈ ഒരു കട്ടറാണ്, ഗ്ലിറ്ററി കട്ടറാണ് ഇത്. കണ്ടില്ലേ, പിന്നെ ഇതിലൊരു പൂവിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഈ ഒരു നെയിം സ്ലിപ്സ് ആട്ടോ. ഇത് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ കാണിച്ചത് ഇതാ, ഇങ്ങനത്തെ നെയിം സ്ലിപ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കുറേ നെയിം സ്ലിപ്പ് ഉണ്ട്, മൊത്തത്തിൽ കാണിക്കുന്നില്ല. പിന്നെ അടുത്തത് ഒന്നില്ലേ. അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞാൽ ഈ ഒരു കവായി സ്റ്റിക്കേഴ്സ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണമല്ലേ. അപ്പോൾ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടുണ്ട്, നോക്കാത്തവർ പോയി നോക്കിക്കോ. അപ്പോൾ അത് ഒരു ഷീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ ഇതിലുള്ളത്. ഞാൻ കുറച്ച് കുഞ്ഞ് ഇരിക്കട്ടെ ബെൽറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പൗച്ച് കേട്ടോ. അപ്പോൾ പൗച്ചിൽ വെച്ചതൊക്കെ ഇപ്പോൾ കാണിച്ചില്ലേ. പിന്നെ അടുത്തത് ബാഗിൽ പൗച്ച് വെക്കണതാണ്. അത് ഞാൻ ബുക്ക് വെച്ച സൈഡിൽ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ല അടച്ചു വെച്ചു. പിന്നെ നമ്മുടെ റെയിൻ കവർ അപ്പം അത് ഞാനിങ്ങനെ നന്നായി ചുരുട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ വെക്കുന്ന സ്ഥലത്താട്ടോ വെക്കുന്നത്. പിന്നെ ഇങ്ങനെ തിക്കി വെക്കുന്ന പോലെ നോക്കണ്ട, അത് അങ്ങനെ വെക്കാണ്. നല്ല ഉള്ളിക്കേട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആരും കാണാത്ത പോലെ വെക്കട്ടോ, ആരും ഇട്ടില്ല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ എൻ്റെ ബാക്ക് പാക്കിങ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വിചാരിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എൻ്റെ ചാനൽ. ബൈ.